നിലമ്പൂരിലെ വൈദ്യുതി വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ വഴിക്കടവ് പഞ്ചായത്തിലേക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് LDFിൻ്റെ പ്രതിഷേധം നടക്കുകയാണ്. UDF ആണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ അനാസ്ഥ ഈ വിഷയത്തിലുണ്ട് എന്നുള്ള ആരോപണം വളരെ നേരത്തെ തന്നെ LDFും അതോടൊപ്പം തന്നെ CPM എല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു. ആ പ്രതിഷേധ മാർച്ചിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ നിലമ്പൂർ വഴിക്കടവിൽ നിന്ന് ഇപ്പോൾ കാണുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, സഖാക്കളെ, ദുഃഖം രേഖപ്പെടുത്തുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട്, ഉപതെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് അത് രാഷ്ട്രീയരാക്കാൻ വേണ്ടി UDF നടത്തിയിട്ടുള്ള നെറികെട്ട രാഷ്ട്രീയം, നിലമ്പൂരിലെ ആസ്പത്രികളോട് തടഞ്ഞുകൊണ്ട് നെറികെട്ട രാഷ്ട്രീയം നടത്തിയ UDFിന്റെ മുഖത്ത് ജനങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്തത് എന്താണ്? അത് സത്യം തെളിഞ്ഞപ്പോൾ ജനങ്ങൾക്കാകെ മനസ്സിലായി അതിന് പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ്. ഷിനോജ, വഴിക്കടവ് പഞ്ചായത്തിലേക്ക് LDFിന്റെ പ്രതിഷേധം എത്തുകയാണ്. അതൊരു വിദ്യാർത്ഥിയുടെ മരണം, വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവം, അതിനെ തെരഞ്ഞെടുപ്പിനെ കണക്കാക്കി രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്നുള്ള ആക്ഷേപം ആണ് പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ചിലൂടെ LDF നേതാക്കൾ പറയുന്നത് എന്താണ്? മാർച്ചിലെ അനന്തുവിന്റെ മരണം രണ്ട് മുന്നണികളും രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് മുന്നണികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങളുമായി ഇന്നലെ തന്നെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാർച്ചുകളുമായി ഇത്തരത്തിൽ രണ്ട് മുന്നണികളും LDFും UDFും ഇന്ന് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDF ആണെങ്കിൽ KSEB ഓഫീസിലേക്ക്, വഴിക്കടവ് KSEB ഓഫീസിലേക്കാണ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയത്ത് തന്നെ LDF, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് LDFിന്റെ പ്രതിഷേധമാണ്. LDF ഇപ്പോൾ വഴിക്കടവ് പഞ്ചായത്തിലേക്കാണ് മാർച്ച് നടത്തുന്നത്, പ്രതിഷേധ യോഗം നടത്തുന്ന മാർച്ച് നടത്തുന്നത്. K രാധാകൃഷ്ണൻ MP ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ മാർച്ചിന്റെ ഭാഗമാണ്. LDFിന്റെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള അനുമതി അത് പഞ്ചായത്തിനാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വഴിക്കടവ് പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയാണ് ഇത്തരത്തിൽ അനന്തുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാരണം ചൂണ്ടിക്കാണിയാണ് ഇത്തരത്തിൽ LDF ഒരു പ്രതിഷേധ ജാഥയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന പ്രതിയായിട്ടുള്ള വിനീഷ് പ്രാദേശിക കോൺഗ്രസുകാരനാണ് എന്നൊരു ആരോപണമാണ് ഈ LDF കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉയർത്തിയത്. കഴിഞ്ഞ ഈ പ്രതി അറസ്റ്റിലായതിന് പിന്നാലെ തന്നെ വിനീഷ് കോൺഗ്രസുകാരനാണെന്നൊരു ആരോപണം LDF വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ കോൺഗ്രസുകാരനാണ് ഇത്തരത്തിൽ പ്രതിയിൽ ആയത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ പ്രതിഷേധ യോഗത്തിൽ LDF പറയുന്നുണ്ട്. എന്തായാലും 100ഓളം വരുന്ന പ്രവർത്തകരാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായിരിക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിലേക്കാണ് LDFിന്റെ മാർച്ച് നടത്തുന്നത്. ഈ വിഷയത്തിൽ UDF ഭരണസമിതി കൃത്യമായ രീതിയിൽ ഇടപെട്ടില്ല. പ്രത്യേകിച്ച് UDFിന്റെ ഭരണസമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ കാട്ടുപന്നിയുടെ വെടിവെച്ച് കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടൽ നടത്തേണ്ടത്. നിരന്തരം ഇത്തരത്തിലുള്ള ഈ മേഖലകളിൽ കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവ വിഷയങ്ങളൊക്കെ തന്നെ സജീവമായിരുന്നിട്ടും പഞ്ചായത്ത് സമിതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ഇടപെട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് LDFിന്റെ മാർച്ച് ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത്. എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇരു മുന്നണികളും അനന്തുവിന്റെ മരണം രാഷ്ട്രീയ ആയുധമാണ്. ഷിനോജയാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിലേക്ക് LDFിന്റെ മാർച്ച്, സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകുന്നതിനിടയിലാണ് ഇപ്പോൾ LDF പഞ്ചായത്തിന്റെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുന്നത്. അവിടെ വൈദ്യുതി മോഷണവും മോഷിച്ചുള്ള വൈദ്യുതി കെണികളും വെക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ വ്യാപകമായ പരാതി ഉണ്ടായിട്ട് പഞ്ചായത്ത് എന്തു ചെയ്തു, പഞ്ചായത്ത് ഇലക്ട്രിസിറ്റി മോഷണവുമായി ബന്ധപ്പെട്ട് KSEBിയിലേക്ക് പരാതി നൽകിയിട്ടുണ്ടോ, ഇത് അതിനെതിരെ ജനകീയമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, പഞ്ചായത്തിന്റെ അധികാരം ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ LDF നേതാക്കൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ആ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ പഞ്ചായത്തിന് അനാസ്ഥയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ LDF അവിടേക്ക് മാർച്ച് നടത്തുന്നത്. രാവിലെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇതേ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അത് സർക്കാരിന്റെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. നമുക്കറിയാം, വഴിക്കടവ് ദുരന്തവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങളും രാഷ്ട്രീയ പ്രതികരണങ്ങളും ഉണ്ടാകുന്നതിനിടയിലാണ് LDF ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്.